പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോളിളക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അനധികൃതമായിട്ട് തുക കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള പരിശോധന, വീടാന്തരം കയറിയുള്ള പരിശോധന, അതുപോലെ തന്നെ തുക തിരിച്ചുപിടിക്കൽ, പലിശ സഹിതമുള്ള തുക തിരിച്ചുപിടിക്കലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാനുള്ള നടപടി. 2 മാസത്തെ തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. നമുക്കറിയാം, മുൻപ് തന്നെ പറഞ്ഞതാണ്, കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ് അവസാനമായിട്ട് തുക വിതരണം ചെയ്തിരുന്നത്. അതിനുശേഷം ഇതുവരെയായിട്ടും തുക വിതരണം ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ തന്നെ 4 മാസത്തെ തുക കുടിശ്ശികയാണ്. അതിൽ 2 മാസ തുക വിതരണം ചെയ്യുമ്പോൾ നവംബർ ഡിസംബർ മാസത്തെ തുകയാണ് ഒരുമിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. ഇതിനുവേണ്ടി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 3000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇത് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നും കടം എടുത്തിട്ടുണ്ട്. ഈ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്തതിൻ്റെ തുകയിലായിരിക്കും നമുക്ക് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുക. അപ്പോൾ തുകയുടെ വിതരണം എന്ന് പറയുന്നത് ഈ വരുന്ന 25-ാം തീയതിക്ക് മുമ്പാകെ തന്നെ പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും. അതായത് ക്രിസ്മസിന് മുമ്പാകെ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് തീർക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻപ് നിയമ നടപടികളുമൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തുക മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അനധികൃതമായിട്ട് കൈപ്പറ്റിയ തുക മുടങ്ങാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഇനി അങ്ങോട്ട് തുക ലഭിക്കില്ല. മാത്രമല്ല, ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് നടത്താത്ത ആളുകൾക്ക് തുക വിതരണം ഉണ്ടാകില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്, അതായത് ഏതെങ്കിലും അവർക്ക് ഉയർന്ന സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ കാണുന്ന ആ ഒരു രീതിയിലുള്ള ആളുകൾക്ക് ആർക്കും ഇനി അങ്ങോട്ട് തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. പരിശോധനകൾ കർശനമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു നടപടി ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇതുതന്നെയായാലും ക്ഷേമ പെൻഷൻ ഇനി അങ്ങോട്ട് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് കടുപ്പമേറിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ അനർഹരായിട്ടുള്ള ആളുകൾ തുക കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നടപടി മുഖ്യമന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്ന് നേരിട്ട് തന്നെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലും ഇതിനായാലും ഈ ഒരു കാര്യമൊന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും